ഇന്നലത്തെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ദിൽഷയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് സീക്രട്ട് ഏജന്റ് ഇന്നലെ വീഡിയോ ചെയ്തത്. സീക്രട്ട് ഏജന്റ് ആ വീഡിയോയിൽ എന്താ പറയണേന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഇത് ഞാൻ ദിൽഷയ്ക്കെതിരെ സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കുറച്ചൊന്ന് സൈലന്റ് ആയിട്ടിരുന്ന് വിചാരിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ അടുത്ത വട്ടം അവർ റേറ്റിംഗ് ചെയ്യുന്നു. കഴിഞ്ഞ വട്ടം നമ്മൾ സൈബർ അറ്റാക്കിന് പോയപ്പോൾ അവർ വലിയ റെസ്പോൺസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ അവർ വില വയ്ക്കുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ ചുമ്മാ പോയിട്ട് പിന്നെ അവിടെ പോയി സൈബർ അറ്റാക്ക് ചെയ്യുന്നതിന് ആവശ്യമില്ല. കാരണം അവർ നമുക്ക് ഒരു വിലയും തരുന്നില്ല. നമ്മൾ സൈബർ അറ്റാക്കിന് അവർ ഒരു വിലയും തരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വന്നവരുണ്ടാകും. അത് ഏത് ആർമിക്കാരാണെങ്കിലും ഏത് ഫാൻസുകാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരുടെ വ്യക്തിയുടെ ആർമി ആയിട്ടാണോ ഫാമിലി ആയിട്ടാണോ ഫാൻ ആയിട്ടാണോ നിൽക്കുന്നത്, ആ വ്യക്തിക്കുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കൂടി വേണം. ഓക്കെ, ആ വ്യക്തിക്കുള്ള ക്വാളിറ്റീസ് ഇല്ലേ? ഇത് ഇപ്പോഴായിരുന്നു സീക്രട്ടെ പറയേണ്ട, കുറച്ച് നേരത്തെ പറയേണ്ട കാര്യങ്ങളല്ലായിരുന്നു. ദിൽഷ പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരാനുള്ള കാരണം ഈ ഇപ്പൊ ഇരുന്ന് വെളുപ്പിക്കുന്ന സീക്രട്ട് ഏജന്റ് അതിന്റെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദിൽഷ പ്രസന്നന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന നല്ല അസല് ബാഡ് കമന്റ് അറിയാത്തവരിലേക്കും ഇരുന്ന് വായിച്ച് എത്തിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ ഒറ്റ ദിവസത്തും കൊണ്ട് മാറി നല്ല പുള്ളിയായി വന്നിരുന്ന് സപ്പോർട്ട് കൊടുക്കുന്നത്. കാണുമ്പം പുച്ഛം തോന്നുന്നു നിന്നോട്. കാരണം നീ ഒരു നല്ല വ്യക്തിയായിരുന്നു, ഇതിനു മുമ്പേ അവരെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ നല്ല പുള്ളിയാണ്, ഞാനിപ്പോൾ ദിൽഷയെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ളവരൊക്കെ കൊള്ളൂലാത്തവരും എന്നുള്ള ലെവലിലേക്ക് നീ കാര്യങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ടെങ്കിൽ നീ എത്ര വലിയ നാറിയായിട്ട് വേണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവൻ ഡോക്ടറിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ വീഡിയോയ്ക്ക് താഴെ ഒരു പെൺകുട്ടി കമന്റ് ചെയ്തു. ആ പെൺകുട്ടിക്ക് റിപ്ലൈ കൊടുത്തത് കൂടാതെ അതൊരു വീഡിയോ ആയിട്ട് ഇവൻ ചെയ്തായിരുന്നു. അതിൽ ഇവൻ പറയുന്ന കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത്രത്തോളം പ്രൊവോക്കിംഗ് ആണ് ഒരു വീഡിയോ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ ഇട്ട് കഴിഞ്ഞാൽ. ഇത്രത്തോളം പ്രൊവോക്കിംഗ് ആണ് ആര്? ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഈ ലേഡീസ് ഫാൻസ്, ഈ ഫീമെയിൽ ഫോളോയിങ്, ഇവർ ഇത്രത്തോളം ടോക്സിക് ആണ്. ചിലപ്പോൾ ചിലരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ട മെജോറിറ്റി ഇവർ ഇത്രത്തോളം ഡിഫെൻസീവ് ആണ്. ഇവർക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ അഗ്രഷൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പവർഫുൾ ആയിട്ടുള്ള പ്രതികരിക്കാനുള്ള ശേഷി അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ബാക്കി നല്ല ആളുകൾ പ്രതികരിക്കുന്നു, അവർ ചൂടായിട്ട് ഒരു വാക്ക് പറഞ്ഞാലും ഇല്ലെങ്കിൽ അവർ വെറുതെ പറഞ്ഞാലും അവർ ചുമ്മാ ഇരിക്കുന്ന ആളുകൾ ചിരിക്കാതെ അങ്ങനെ ഇരുന്നാലൊക്കെ അവർക്ക് പ്രശ്നമാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അവർക്ക് കാട്ടിയ ഒരു വിഷയമല്ല. ഇതാണ് അവസ്ഥ. പെങ്ങളോളി കൂട്ടം, അതാണ് ഇതിന് പറയാം. നാട്ടിൽ എത്രയോ ആളുകൾക്ക് എത്രയോ പ്രശ്നം നടക്കുന്നുണ്ട്, ഇവർ ആരും റിയാക്ട് ചെയ്യുന്നില്ല. റിയാസ് കറക്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിനകത്ത് റിയാസ് ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. ദിൽഷ ഇപ്പോൾ ചെയ്ത വീഡിയോയിൽ ദിൽഷ പറഞ്ഞതുപോലെ എനിക്കിനി അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഷോയിൽ ദിൽഷ പറഞ്ഞിരുന്നെങ്കിൽ ദിൽഷ വിന്നർ ആവില്ലായിരുന്നു, മോസ്റ്റ് പ്രോബബ്ലി. ഓക്കെ, സോ ദിൽഷയ്ക്ക് അതിനുള്ള കറേജ് അന്ന് ഉണ്ടായിരുന്നില്ല. ഈവൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷവും ഇട്ട ആള് ആരെക്കുറിച്ചാണ് ഇട്ടത്, ആ പുള്ളിക്കാരൻ വാസ് ബീങ് വെരി റെസ്പെക്ട്ഫുൾ ആൻഡ് കൈൻഡ് ടു ഹർ. ഓക്കെ, ആ ദിവസം എത്രത്തോളം ടോക്സിക് ആണ് റോബിന്റെ ലേഡീസ് ഫാൻസ്. ഇവന്റെ വായി കൊണ്ട് തന്നെ ഇവൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഇവൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ വീഡിയോയിൽ ഇവൻ പറയണത് ദിൽഷ ഫാൻസ് ഇതേപോലെ സൈബർ അറ്റാക്ക് വരുമ്പോൾ മിണ്ടാതിരിക്കണം, അപ്പോൾ അവർ ചമ്മി പൊക്കോളും. കാരണം ഇതേപോലെയുള്ള കമന്റ് വരുമ്പോൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ അവർ വകവെക്കുന്നില്ല എന്നും പറഞ്ഞ് അവർ ചമ്മി പൊക്കോളും. ഇവന്റെ വീഡിയോയ്ക്ക് താഴെ ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് കമന്റ് ഇട്ടതിനാണ് ഇവൻ ഈ വീഡിയോ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവന്റെ ആ ഒരു രീതി, ഇവനപ്പം ഇവന്റെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇതിന് വേറെ വർത്താനം പറയേണ്ടി വരും. നിങ്ങൾ കാണുന്നവരൊന്ന് ചിന്തിച്ചു നോക്കി ഇവന്റെ ഒരു അവസ്ഥ. ഇവനൊരു 7 മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണിത്. അതിൽ ഇവൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ, ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ. ഇവനെ എന്താ ഇപ്പൊ പറയേണ്ടത്? ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ ബാക്കിയുണ്ട്, നമുക്ക് അതൊന്നും കണ്ടു നോക്കാം. അവർ ചൂടാവലാണ്. ഓക്കെ, റോബിൻ രാധാകൃഷ്ണന്റെ അഗ്രഷൻ, റോബിൻ രാധാകൃഷ്ണൻ ചൂടായി, റോബിൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു, വാവ് എന്ന് പറഞ്ഞു കൂടിയ ഈ പെങ്ങൾ കൂട്ടം. ഓക്കെ, ഈ പെങ്ങന്മാര് അല്ല, ഈ സാധാരണ സോഷ്യൽ മീഡിയയിൽ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നവർ ആങ്ങളോളി, സൈബർ മീഡിയ ആങ്ങള, സോഷ്യൽ മീഡിയ ആങ്ങള എന്ന് പറയുന്ന സമൂഹം ഈ പെങ്ങളോളികളെ നിങ്ങൾ കാണുന്നില്ലേ? ഈ പെങ്ങന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണുന്നില്ല, കാണാതെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അതുകൊണ്ട് സ്ത്രീകളായതുകൊണ്ട് അവർ എന്ത് പറഞ്ഞാൽ അവർ എതിർക്കാൻ പറ്റാതെ പേടി കൊണ്ട് ഉണ്ടാതിരിക്കണം നിങ്ങൾ. എനിക്ക് ആ പേടിയില്ല. ഒരു സ്ത്രീയാണ് ഈ മെസ്സേജ് അയക്കുന്നത്, എന്ത് നീ ചൂടാവുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ ചൂടായ ഒരാൾ ആരാധിക്കുകയും ഇപ്പോഴത്തെ ചൂടാവും അല്ലെങ്കിൽ ചൂടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അയാളെ പ്രതിരോധിക്കുകയും ചെയ്യാം. ഞാനുണ്ട് രണ്ട് തോണിയില്ല, ഇതെന്തോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് അവർക്കൊക്കെ. ഇവിടെ നിങ്ങളുടെ ഓരോ വാക്കും കേൾക്കുമ്പോഴും തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ ചൂട്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നോ പ്രോബ്ലം. അതുകൊണ്ട് താങ്കളുടെ ജീർണിച്ച മനസ്സ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റി. പുണ്ണ് പിടിച്ച മനസ്സാണ് താങ്കളുടെ, കാരണം എനിക്കെതിരെ പറയുന്ന ഓരോ വാക്കിലും അതുണ്ട്. അവിടെ കിടക്കുന്നു കുറച്ചേരം, നോ പ്രോബ്ലം. ഓക്കെ, അവിടെ കിടന്ന് കുറച്ചോ നോ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഇത് നോ പ്രോബ്ലം എന്ന് പോകേണ്ട ആളാണ്, അവർ പോയില്ല. അപ്പൊ ഞാൻ ഇതിന് കമന്റ് റിപ്ലൈ കൊടുക്കണോ? നിനക്ക് മാന്യത ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കില്ല. നിന്റെ കമന്റ് കണ്ടാൽ ബാക്കിയുള്ളവർ പറയട്ടെ. ഗേൾ എന്ന് കാർഡ് ഇറക്കി എന്തും പറയാം, എന്തും സംസാരിക്കാം എന്നല്ല. ഐ എം എ ബോയ്, യു ആർ എ ഗേൾ, ഓൾ ഹ്യൂമൻസ്. സോ ബി ഇൻ യുവർ മൈൻഡ് സെറ്റ്. ടോക്സിക് മൈൻഡ് ഈസ് ജസ്റ്റ് എ രോഗം. ഗെറ്റ് എ ട്രീറ്റ്മെന്റ് ഫ്രം ഡോക്ടർ, യു ആർ ഡോക്ടർ. നിനക്കെതിരെ പറയാൻ വഴി ഉണ്ടാക്കിയത് നീ തന്നെയാണ്. കർമ്മ വിൽ ഹിറ്റ് ബാക്ക്. മോള് വിചാരിച്ചില്ല അല്ലെ റിപ്ലൈ കിട്ടുമെന്ന്. ഗേൾ ഇപ്പൊ നാളെ വാ വിക്ടിം കാർഡ് കളിക്കാൻ. സീരിയസ്ലി ഞാൻ പറഞ്ഞതാ. കാരണം
ഗേൾ ആണ്, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഫാനാണ്, ഞാൻ ഗേൾ ആണ്. ഞാൻ എന്ത് കമന്റ് ബോക്സിൽ പറയും, നിങ്ങൾക്ക് എന്നെ തിരിച്ചു പറയാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ എന്തെങ്കിലും റോബിൻ ഫാൻസിനെയാണ് പറയുന്നത്. റോബിന്റെ പെങ്ങളോളികൾ 7 മാസം മുമ്പ് സീക്രട്ട് അണ്ണൻ ചെയ്ത, അതായത് അരിയണ്ണൻ ചെയ്ത വീഡിയോ ആണ്. പെങ്ങളോളികൾ, ടോക്സിക് ഫാൻസ്, റോബിന്റെ ഫാൻസിനെയാണ് കേട്ടോ പറയുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ദിൽഷ ഫാൻസിനോട് നിങ്ങൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാവണം, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചൊന്നും പറയരുത്, അപ്പോൾ അവർ ചമ്മിപ്പൊക്കോളും. ഇന്നലത്തെ ഡയലോഗ്. ഇവന്റെ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ഇട്ട പെൺകുട്ടിക്ക് കൊടുക്കുന്ന റിപ്ലൈ ആണ് ഈ പറഞ്ഞ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവന്റെ അവസ്ഥ, ഇവൻ ആരാണ് ശരിക്കും പറഞ്ഞത്? അന്യല്ല വിക്രം പോലും ഇങ്ങനെ മാറി അഭിനയിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും നല്ല, അതിലും അസലായിട്ട് അഭിനയിക്കുന്ന നല്ല ഒന്നാന്തരം മോനാണ് ഈ അരി അണ്ണൻ. എന്നാലോചിച്ച് നോക്ക്, 2 ഫാൻസുകാരെയും തമ്മിൽ കൂട്ടിയടിപ്പിച്ചിട്ട് അതിന്റെ നടുക്ക് നിന്ന് മറ്റേ ചോര കുടിക്കുന്ന ചെന്നായ, അതല്ലേ ഇപ്പൊ ഈ പറഞ്ഞ അരിയണ്ണൻ അല്ലെ? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ ഇതല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റൂമർ ഉണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് വരും എന്നെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇവനിക്ക് ഈ റോബിൻ ഫാൻസിനെ നല്ലോണം വേണമായിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് നാൾ റോബിൻ ഫാൻസിനെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പുകഴ്ത്തിയും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുത്തും കാര്യങ്ങൾ മുന്നോട്ടുകൊണ്ടുപോയി. ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇവനെ ചവിട്ടി പുറത്താക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇവൻ നേരെ കളം വീണ്ടും മാറ്റി ചവിട്ടാണ്. ഇവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവൻ എന്ത് തെണ്ടിത്തരവും ചെയ്യും. പിന്നെയും ഇവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ ബാക്കിയുണ്ട്, നിങ്ങൾ അതും കൂടി കാണും, അത് കണ്ടുകൊണ്ട് ബാക്കി. അവർക്ക് റിപ്ലൈ കൊടുത്താൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഗേൾ ഫാൻസിന് അയ്യോ ചേച്ചി സന്തോഷം, ഇങ്ങനെ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തായി? നമ്മൾ ചൂടനായി, നമ്മൾ അറഗന്റായി, നമ്മൾ മോശക്കാരനായി, നമ്മൾ വൃത്തികെട്ടവനായി. ഈ പറയുന്ന പെൺകൂട്ടം, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഫാൻസ് എന്ന് പറയുന്ന ഈ സിസ്റ്ററോളികൾ, പെങ്ങൾ കൂട്ടം, അത് ഞങ്ങളുടെ ആംഗളമാരെന്നാണോ പൊതുവെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും. അപ്പോൾ ഒരു പുരുഷന് വേണ്ടി സംസാരിക്കുന്ന ഈ സ്ത്രീ കൂട്ടം, പെങ്ങളോളി കൂട്ടം, ഈ സമൂഹത്തിൽ എത്രയോ ആണുങ്ങൾ ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ട് പല പെണ്ണുങ്ങളുടെ കൊള്ളരായ്മയും കാരണം. അവർക്കെതിരെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഞാൻ ഈ ഡോക്ടർ റോബിന്റെ വീഡിയോ ഇടുന്നതിന്റെ അന്ന് രാവിലെ റിഫയുടെ വീഡിയോ ഇട്ടിരുന്നു. ആ കുട്ടി സൂയിസൈഡ് ചെയ്തതിന്റെ ബാക്കി ഒരു സൗണ്ട് നോട്ടും ഡീറ്റെയിലിംഗ് വെച്ചിട്ട് ഏതെങ്കിലും ഒരാൾ അതിനടിയിൽ വന്നിട്ട് ഒരു ലേഡി കമന്റ് ഇട്ടുണ്ടോ? ഈ ഡോക്ടർ റോബിൻ ആർമി പെങ്ങളോളി കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ മാത്രം നോക്കിയാൽ മതി. ആങ്ങളെ ചാടി കളിക്കുന്നതും ആങ്ങളെ കുറയ്ക്കുന്നതും ആങ്ങളുടെ പൗരുഷവും ആങ്ങളുടെ എന്താ പറയാ ക്യൂരിയോസിറ്റിയും ആങ്ങളുടെ ആ ഒരു എന്താ പറയാ തിളക്കുന്ന സാധനം ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു. ഡോക്ടർ റോബിൻ പറഞ്ഞാൽ തിളച്ചു. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെയാണ് ഈ സ്ത്രീ കൂട്ടം ടോക്സിക് ആവുന്നത്. പലർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അവരൊന്നും മിണ്ടുന്നില്ല. പലരും പുതിയൊരു കണ്ടെത്തലാട്ടാ ഈ ലോകത്ത് പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു മഹാൻ സീക്രട്ട് ഏജന്റ്. വേറെ ആരും പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഒരു പെണ്ണ് പോലും ഒരു പെണ്ണിന് വേണ്ടി സംസാരിക്കുന്നില്ല, അല്ലെ? പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെ ഈ ലോകത്ത് സംസാരിക്കുന്ന ഒരേ ഒരു മഹാൻ സീക്രട്ട് ഏജന്റ്. ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഒരു പ്രശ്നം വന്നാൽ മാത്രമേ സംസാരിക്കുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അവർ സൈലന്റ് ആയിരിക്കും. ഒന്ന് പോടാപ്പാന്ന് അവൻ പറയണേട്ടില്ലേ. എടോ, താൻ പറഞ്ഞില്ലേ റിഫയുടെ പ്രശ്നം വന്നപ്പം എത്രയോ പെൺകുട്ടികൾ അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്രയോ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. താൻ അതൊന്നും കാണുന്നില്ലേ? താനത് കാണാത്ത തന്റെ കണ്ണിൽ കുരുവായിട്ടായിരിക്കും. ഞങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണും സംസാരിക്കുന്നില്ല പോലും. അവിടെയൊക്കെ സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന മഹാൻ മാത്രം. ഓ എന്റെ പൊന്നോ. അപ്പൊ ആരാണ് പ്രൊവോക്ഡ് ആവുന്നത്? ഫീമെയിൽ ഫാൻസ് ആണ് പ്രൊവോക്ഡ് ആവുന്നത് ഇവിടെ. അപ്പൊ ഞാനതിന് ഉത്തരം കൊടുത്തു. ഇഗ്നോർ ആൻഡ് ഗോ വരെ ചൂടായി എന്ന് കരുതുന്ന നീ 2 തെറി കേട്ടാൽ അപ്പോൾ സൂയിസൈഡ് ചെയ്യൂലേ? ശരിയല്ലേ? ഇഗ്നോർ ആൻഡ് ഗോ എന്ന് പറഞ്ഞ 2 വാക്ക് കേൾക്കുമ്പോഴത്തേക്കും ചൂടായി എന്ന് വിചാരിക്കുന്ന ഇവരൊക്കെ എന്നാൽ 2 തെറിയാണ് കേട്ടെന്നുണ്ടെങ്കിലോ പോയി സൂയിസൈഡ് കളയും. എടോ മോളെ, നിന്റെ പൂച്ചാണ്ടി ഡയലോഗ് റോബിൻ ഉണ്ടാക്കൂ, എനിക്കല്ല. ഇഗ്നോർ ആൻഡ് ഗോ മീനിങ് സ്കൂളിൽ പോയി പഠിക്കുന്നീ. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിന്റെ പൂച്ചാണ്ടി ഡയലോഗ് അത് നീ റോബിനോട് പോയി എടുത്താൽ മതി. നീ എന്റെ പെങ്ങളായിട്ട് അഭിനയിക്കേണ്ട, നീ റോബിന്റെ പെങ്ങളായിട്ട് അഭിനയിച്ചോ. റോബിന്റെ അടുത്ത് പോയിട്ട് എടുത്തോ. വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടിയാണ്. ഇവന്റെ എല്ലാ വീഡിയോയിലും ഇവൻ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്ന കാര്യമാണ് ജനറൽ ഈക്വാലിറ്റി, അല്ലെ? ഒരു പെണ്ണായെന്ന് പറഞ്ഞതിന്റെ പേര് 2 തെറി കേട്ടാൽ ആത്മഹത്യ ചെയ്യും എന്നാണ് ഇവൻ ഈ പറയുന്നത്. അതിനടാവേ താൻ എല്ലാ വീഡിയോയിലും പറയണ്ടല്ലോ ഈക്വാലിറ്റി വേണമെന്ന്. ഒരു പെണ്ണ് 2 തെറി കേട്ടാ പോയി ആത്മഹത്യ ചെയ്യും, ആണ് 2 തെറി കേട്ടാ വന്ന് നിന്നെ തല്ലും എന്നാണോ? അപ്പൊ അവിടെ എവിടെ പോയി നിന്റെ ഈക്വാലിറ്റി? സമ്മതിക്കണം. ഇവൻ വലിയ കാര്യത്തിൽ എല്ലാ വീഡിയോയിലൊക്കെ ഇരുന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ആണ് പെണ്ണ് എന്നെല്ലാം. ഇവിടെ അതൊക്കെ പോയോ? 2 പെണ്ണ് 2 തെറി കേട്ടാ പോയി ആത്മഹത്യ ചെയ്യോ? നിനക്ക് തോന്നലാണ് മുത്തേ, നിന്റെ തോന്നല്, നിന്റെ ഇടുങ്ങിയ മനസ്സ്, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടാ. ഇനിയുണ്ട് ഇതിന്റെ ബാക്കി, ഇനിയുണ്ട്, തീർന്നിട്ടില്ല.
കാണു ബാക്കി. വളരെ കൃത്യമായിട്ട് ദിൽഷ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പറഞ്ഞ വ്യക്തി അതിനകത്തുണ്ടായിരുന്നു, എനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന റീസൺ കൊണ്ടാണ് കിട്ടിയത്. അത് ഒരു രീതിയിലും എനിക്കത് എന്ത് പറയാൻ പറ്റില്ല, മാറ്റി പറയാൻ പറ്റില്ല. ആ ഒരു റീസൺ കാരണമായിരിക്കും, ഞങ്ങൾ കോംബോ കാരണമായിരിക്കാം എന്നല്ല ആണ് എനിക്ക് അങ്ങനെ തന്നെ വോട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് അവരുടെ വിജയം. ആ ആക്സെപ്റ്റ് ചെയ്ത കാര്യത്തിന്റെ മുകളിൽ വീണ്ടും പോയിട്ട് നീ ഡിസേർവിംഗ് അല്ല, നിനക്ക് ഔദാര്യത്തെ കിട്ടിയെന്ന് പറയുമ്പോൾ ആ പറയുന്നവരാണ് അവിടെ ഭൂലോക തോൽവി. മനസ്സിലായി? അവരാണ് ഭൂലോക തോൽവി. കഷ്ടം. ഇതിനടിയിൽ കമന്റ് ബോക്സിൽ പറയുന്നവരുണ്ട്, അതിനടി പോയിട്ട് കണ്ടാണെങ്കിൽ വേണ്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഔദാര്യത്തിൽ ജയിച്ചു. ഔദാര്യം കൊടുത്ത ആരെ പറഞ്ഞു നിങ്ങളോട്? കണ്ട ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോയിട്ട് വോട്ടിട്ട നിങ്ങളുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. സ്വന്തമായിട്ട് ചാൻഡ് ഒന്നും ഇല്ലേ? ഒരാളെ മറ്റേ വോട്ട് കൊടുക്കുന്നത് ഓടി പോയി അവിടെ പോയി. അതിന് ഇഷ്ടം എന്നല്ല പറയുന്നത്. അതിന് പറയേണ്ടത് അറിയോ, മറ്റേ കൂലിപ്പണി വേണം. ഒരാളുടെ കൂലിക്ക് പണിയെടുക്കുക, അയാൾ പറയുന്ന പണി കൂലി അയാൾ തരും, പോയി പണിയെടുക്കുക. ആൻഡ് ഈ ഒരു ഫുൾ ഇന്റർവ്യൂല് എനിക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സ് അടക്കം അത്യാവശ്യം നല്ല പോസിറ്റീവ് വൈബാണ് ഉള്ളത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ദിൽഷയായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ സീസണിൽ. പിന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സിറ്റുവേഷനിൽ ഇപ്പോൾ പ്രൊമോഷന്റെ കേസും കാര്യങ്ങളും പിന്നെ അതിനോട് റിലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള പൈസേന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാനൊരു ഇഷ്ടത്തിന്റെ പുറത്ത് തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളും ഞാൻ ചെയ്തത്. ഓക്കെ, അല്ലാതെ പറയുന്നത് കേട്ടില്ലേ, ദിൽഷ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ റോബിന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന്. അത് ദിൽഷ എവിടെയും മാറ്റി പറഞ്ഞിട്ടില്ല. ദിൽഷയുടെ പഴയ ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കോ. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഡോക്ടറുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ദിൽഷ ജയിച്ചതെന്ന് തന്നെയാണ് ഇത്രയും നാള് ആയിട്ടും ദിൽഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിൽഷ ഒരു സ്ഥലത്ത് പോലും മാറ്റി പറഞ്ഞിട്ടില്ല. നിന്നെ പോലെ ഈ 2 വള്ളത്തിൽ കാല് വെക്കുന്ന സ്വഭാവമൊന്നും അവർക്കാർക്കുമില്ല. പിന്നെ ഇവൻ പറയുന്ന കാര്യം, എന്റെ ഉള്ളിലെ ഇഷ്ടം വെച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ദിൽഷയെ അന്നും എനിക്ക് ഇഷ്ടമാണ്, ദിൽഷയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. എവിടെ ഇവൻ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അവൻ പറയുന്നത് ദിൽഷേനോടുള്ള സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ആ സ്കാം ഇഷ്യൂലൊക്കെ ഇവൻ സംസാരിച്ചതെന്ന്. പൊന്നുമക്കളെ, ഇവനെ നമ്പരുത്. നിങ്ങൾ ഈ ലോകത്ത് വേറെ ആരെ നമ്പിയാലും ഈ നാറിയെ നമ്പരുത്. കാരണം നിന്ന നിപ്പില് മാറ്റി പറയുന്നവനാണ് ഈ അരിയണ്ണൻ എന്ന് പറയുന്ന നാറി. ഇത്രയും വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവന്റെ കമന്റുകൾ വായിച്ചു. ദിൽഷ ഫാൻസ് പോയി ഇവനിക്ക് കമന്റ് ഇടുന്നത്. ഒരിക്കലും ഇവനെ നമ്പാൻ നിൽക്കരുത്. നാളെ വെറും 5 ദിവസം കഴിയുമ്പോൾ ഇവന് ഇതും മാറ്റി പറയും. നിങ്ങൾക്കറിയാലോ, ആ സംഭവത്തിൽ ആ പൈസയുടെ ഇഷ്യൂത്തിൽ 5 കണ്ടന്റ് ആക്കി 5 വീഡിയോ ചെയ്ത് ആ ലാസ്റ്റത്തെ ദിവസം ആ പൈസ കൊണ്ട് ആ ഡോക്ടർക്ക് കൊടുത്ത് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ കൂടെ ദിൽഷയെ ചിത്രീകരിച്ച് നാണം കെടുത്തിയ നാറിയാണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ്. എന്നിട്ട് 5-ാം ദിവസം, അത് കഴിഞ്ഞ് 10 ദിവസം തികഞ്ഞില്ല, ഇവൻ വന്ന് ദിൽഷയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ തീരുമാനിക്കേ ഇവന്റെ മുഖം എന്താണെന്ന്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ.